നടൻ നിവിൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. നിവിൻ പോളി അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിവിൻ പോളിയുടെ വാർത്താസമ്മേളനം. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി പരാതി നൽകിയത്. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, എപ്പോഴാണ് വാർത്താസമ്മേളനം? നിവിൻ പോളി മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ പരാതി പോലീസിന് ഇപ്പോൾ നൽകിയതിന് പിന്നാലെയും പോലീസ് കേസെടുത്തതിന് പിന്നാലെയുമാണ്. പക്ഷേ സമാനമായ ഒരു പരാതി പീഡനമില്ലാതൊരു മാസം മുമ്പ് പോലീസിന് സമർപ്പിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എറണാകുളത്ത് ഊന്നുകൽ പോലീസാണ് അരുൺ നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്, FIR രജിസ്റ്റർ ചെയ്തത്. അത് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ കേസ് കൈമാറുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും. ആ കേസ് IPC 376, 354 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ 1 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിൽ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. യൂറോപ്പിൽ നിവിൻ പോളി ജോലി വാഗ്ദാനം ചെയ്തു. അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു. പിന്നീട് ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകിയതിനു ശേഷം പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ യുവതി പരാതിയായി മൊഴിയായി നൽകിയിരിക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതും ഊന്നുകൽ പോലീസിലേക്ക് ഇത് ഈ കേസ് കൈമാറിയതും. തടങ്കലിൽ പാർപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ മൊഴിയിൽ പരാതിക്കാരി നൽകിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ കേസെടുത്തതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി നിവിൻ പോളി രംഗത്തെത്തുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല ഈ ആരോപണം പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നുണ്ട്. വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് നിവിൻ പോളി ആദ്യ പ്രതികരണമായും വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യം തെളിയിക്കാൻ, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. അതിന് പിന്നാലെയാണ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെ, ചാനലുകളെ, ദൃശ്യമാധ്യമങ്ങളെ നേരിട്ട് കണ്ട് തന്റെ നിലപാട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. അല്പസമയത്തിനകം അദ്ദേഹം കൊച്ചി കലൂരുള്ള IMA ഹാളിലേക്ക് അദ്ദേഹം എത്തും. പ്രസ് മീറ്റിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലഭിക്കുന്നൊരു വിവരം നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നത് 4 മാസം മുമ്പും ഈ പരാതിക്കാരി നിവിൻ പോളിക്കെതിരെ ഒരു കേസ് നൽകിയിരുന്നു. സമാനമായിട്ടുള്ള ഒരു ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ലൈംഗിക ആരോപണമോ അല്ലെങ്കിൽ പീഡനാരോപണമോ ഒന്നും തന്നെ അതിൽ പറഞ്ഞിരുന്നില്ല. ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളൊരു ആരോപണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നിവിൻ പോളിയും കൂട്ടരും മർദ്ദിച്ചു എന്നുള്ള ആ ഒരു പരാതിയിൽ അലമീൻ, ആ നിവിൻ പോളിയും കൂട്ടരും മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ യുവതി നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്താണ്? ആശുപത്രി രേഖകളോ അങ്ങനെ എന്തെങ്കിലും സമർപ്പിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നോ? അതേ യുവതി തന്നെയല്ലേ വീണ്ടും പീഡന ആരോപണവുമായി ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത്? അപ്പോൾ ഈ നേരത്തെ ഉണ്ടായ പരാതിയുടെ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തില്ലേ അന്വേഷണ സംഘം? സുജയ, നേരത്തെ നൽകിയ പരാതി ഇതേ പരാതിക്കാരെ തന്നെയാണ് പരാതി നൽകിയത്. അത് നിവിൻ പോളിക്കും മറ്റ് 5 പേർക്കുമെതിരെ, മൊത്തത്തിൽ 6 പേർക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ പരാതിയിൽ പക്ഷേ ലൈംഗിക അധിക്ഷേപം സംബന്ധിച്ചോ ലൈംഗിക അതിക്രമം സംബന്ധിച്ചോ ഒരു ആരോപണവും ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ശാരീരികമായി ഉപദ്രവിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് ഹാജരാക്കാൻ ഈ പരാതിക്കാരിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം അന്ന് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, അത് ചൂണ്ടിക്കാട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയെന്നുകൂടി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പരാതിക്കാരി തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടി ആരോപണങ്ങൾ ചേർത്തുകൊണ്ട്, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുതിയൊരു പരാതി അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുന്നത്. അതിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ഏതായിരുന്നാലും പഴയ പരാതിയുടെ വിവരം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും, വിലയിരുത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പുതിയ തെളിവുകൾ പരാതിക്കാരിക്ക് ഈ സന്ദർഭത്തിൽ ഹാജരാക്കാനാകുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കാരണം ശാരീരികമായി ഉപദ്രവിച്ചു, സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നേരത്തെ നൽകിയ പരാതിയിൽ അതിന് പോലും തെളിവ് നൽകാൻ യുവതി തയ്യാറായില്ല. ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിനൊക്കെ തെളിവുകൾ ഹാജരാക്കാനാകുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നിവിൻ പോളി പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, പല താരങ്ങൾക്കെതിരെയും പല ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെയും ആരോപണങ്ങൾ വരുമ്പോൾ അവരെല്ലാം മൗനത്തിലാണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്.
ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ പലരും പ്രതികരണവുമായി രംഗത്തേക്ക് വരികയും ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഈ കേസ് വന്നതിന് പിന്നാലെ തന്നെ നിവിൻ പോളി സമൂഹ മാധ്യമത്തിലൂടെ തന്റെ നിലപാട് പറയുന്നു. ഈ പരാതി വ്യാജമാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലൊരു നിയമ നടപടിയുമായി നിവിൻ പോളി ഇനി മുന്നോട്ട് പോകുമ്പോൾ അതിന് സാധൂകരിക്കുന്ന തന്റെ ഭാഗം സാധൂകരിക്കുന്ന എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കാനാകുമെന്നുള്ളതും ഏറെ പ്രധാനമാണ്.